വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് 2024 ജൂണിൽ നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. മെയിൻ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 10K റുപ്പീസാണ്. ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 20K റുപ്പീസ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നോക്കുക. ദ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ചേഞ്ചസ് ഫ്രം 8 ജൂൾ ടു 12 ജൂൾ. ഇഫ് ദർ ഈസ് നോ എനർജി ലോസ് ദെൻ ദ വർക്ക് ഡൺ ഈസ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ രണ്ട് കൈനറ്റിക് എനർജികൾ തന്നിട്ടുണ്ടല്ലേ. ഒരെണ്ണത്തിൻ്റെ വാല്യൂ 8 ജൂളാണ്, ഒരെണ്ണം 12 ജൂളാണ്. പിന്നെ എനർജി എന്ന് പറയുന്ന ടേം, ദെൻ വർക്ക് ഡൺ എന്നുള്ള ടേമും പറയുന്നുണ്ട്. അപ്പോൾ വർക്ക് ഡണ്ണും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് എവിടെയാണ്? വർക്ക് എനർജി തിയറം എന്ന് പറയുന്ന ഒരു തിയറത്തിലാണ് വർക്കും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ദെൻ വർക്ക് ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് പറയാൻ പറ്റും? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയാം. സോ വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുകയാണെങ്കിൽ ½ mv² - ½ m/u². എന്ന് പറയുകയാണെങ്കിൽ ഈ ഡെൽറ്റ കെ എന്ന് പറയുകയാണെങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ½ m ഇൻറ്റു ഫൈനൽ വെലോസിറ്റി സ്ക്വയർ മൈനസ് ½ m ഇൻറ്റു u എന്ന് പറയുകയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി. സോ ½ mu² എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണെന്നുള്ളത് നമുക്ക് പറയാം. സോ വർക്ക് ഈക്വൽ ടു, ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫ്രം 8 ജൂൾ ടു 12 ജൂൾ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഇത് പറഞ്ഞേക്കണത്. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12 ജൂളാണ്. ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 8 ജൂള് ആയിരിക്കും. സോ വർക്ക് ഈസ് ഈക്വൽ ടു 12 ജൂള് മൈനസ് 8 ജൂൾ എന്ന് പറയുമ്പോൾ അത്രയൊരു മാറത് 4 ജൂള് എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മുടെ ഓപ്ഷൻ എത്തും. സോ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസറായിട്ട് നമുക്കിവിടെ പറയുവാനായിട്ട് സാധിക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് എന്നുള്ളതാണ് വർക്ക് എനർജി തിയറം എന്നുള്ളത് മനസ്സിലാക്കുക. ആ കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.